ഹായ് സുഹൃത്തുക്കളെ, റോയൽ നാട് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ബോട്ടുകാർ കൊണ്ടുവന്ന മീനും അഴിക്കെ ഹാർബറിലെ മീൻ കച്ചവടമാണ്. കുറഞ്ഞ രീതിയിൽ മീനെ കിട്ടിയിട്ടുള്ളൂ, എന്നാലും അത്യാവശ്യം നമുക്ക് കാണിക്കാം. പക്ഷേ മീനുള്ള വിലയുണ്ട് കേട്ടോ. എന്തുമല്ല നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം. 5 ദിവസം പണിയും കഴിഞ്ഞ് വന്ന ബോട്ടുകാരുടെ മീനാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇത് ഒരു ബോട്ടുകാരുടെ മീനല്ല ഇപ്പം കാണുന്നത് കേട്ടോ. ഈ കാണുന്ന ഭാഗങ്ങളില്ല, അപ്പുറത്തിരിക്കുന്നത് ഈ 4 വട്ടമാണ്. ഈ 4 വട്ടയിൽ കാണുന്നത് അപ്പുറത്തെ ബോട്ട് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ബോട്ടിൻ്റെ പുറത്താണ് മറ്റേ ബോട്ട് പിടിക്കുന്നത്. എന്നിട്ട് ഈ ബോട്ടുകൾ മാറി മാറിയാണ് അവർ ഇറക്കി കൊണ്ടുവരുന്നത്. ബോട്ടിലെ മീനെല്ലാം കഴുകിയേ കൊടുക്കത്തുള്ളൂ. കഴുകി കൊടുക്കാൻ ഒരു കാരണമുണ്ട്. കഴുകി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഐസ് ഇട്ടിയതാണ് നമ്മൾ ബോട്ട് സ്റ്റോറിൽ വെക്കുന്ന മീൻ. അപ്പോൾ ഈ സ്റ്റോർ വെക്കുന്ന മീനിൻ്റെ ഐസും കാര്യങ്ങളെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കച്ചവടക്കാർ എടുക്കത്തുള്ളൂ. അപ്പോൾ അത് കാരണം കഴുകി വൃത്തിയാക്കി ഐസെല്ലാം കണ്ടോ, അത് ഐസെല്ലാം പിറക്കി കളയുന്നുണ്ട് ആൾ. അയാൾ ഐസെല്ലാം പിറക്കി കളഞ്ഞ് വൃത്തിയാക്കി മാത്രമേ കൊടുക്കത്തുള്ളൂ. രാവിലത്തെ പണിയാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള തിരക്ക് എല്ലാ തൊഴിലാളികൾക്കും ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ എടുത്തത് ബോട്ടിലെ പുറത്തെ മീൻ ഇറക്കുന്നതാണ് നമ്മൾ എടുത്തത്. സ്റ്റോറിൻ്റെ അകത്ത് ആദ്യം ഇറങ്ങില്ല. സാധാരണ നമ്മുടെ വീഡിയോയിലെല്ലാം സ്റ്റോറിൻ്റെ അകത്താണ് നമ്മൾ ആദ്യം ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്ത് കിടക്കുന്ന മീനെല്ലാം ഒന്ന് കാണിച്ചിട്ട് സ്റ്റോറിൻ്റെ അകത്ത് ഇറങ്ങാനിരിക്കും. അതുകൊണ്ട് വേറൊരു കുഴപ്പം കൂടെ ഉണ്ടായി കേട്ടോ. ഈ സ്റ്റോറിൻ്റെ അകത്തുള്ള മീനെല്ലാം ഇറങ്ങി തീർന്നു ഏകദേശം. നമുക്ക് സ്റ്റോറിൻ്റെ അകത്തെ മീൻ ഒന്ന് കണ്ടിട്ട് വരാം. അതുകൂടാതെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ബോട്ടിനൊരു പണി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പെതുക്കെ കാണാം കേട്ടോ. ഈ വീഡിയോ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റോറിൻ്റെ അകത്തുള്ള മീനാണ് കാണുന്നത്. ഏകദേശം മീനുകളെല്ലാം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഇത് ലാസ്റ്റ് ഭാഗങ്ങളാണ് കേട്ടോ. മീൻ ആ കള്ളി കിടക്കുന്ന മീനെല്ലാം ഇറക്കി കഴിഞ്ഞു. അങ്ങനെ ഒട്ടുമിക്ക മീനുകളെല്ലാം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. മീൻ കുറവാണ്, എന്നാൽ പോലും ഉള്ള മീൻ നല്ല വിലയുണ്ട്. ഇതൊക്കെ നല്ല മീനുകളാണ്. കോരയാണ് കിടക്കുന്നത്, ഇത് ചെമ്മീനാണ് കിടക്കുന്നത്. ഈ സ്റ്റോറിൻ്റെ അകത്ത് ഈ ഐസും കാര്യങ്ങളും ലൈറ്റും കൂടെ ഒക്കെ നിൽക്കുന്നതിൻ്റെ ഒരു മങ്ങൽ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അതെല്ലാവരും ഉൾക്കൊള്ളുക. നമുക്ക് അടുത്ത പ്രാവശ്യം ആദ്യം തന്നെ സ്റ്റോറിൻ്റെ അകത്ത് ഇറങ്ങി വീഡിയോ എടുത്തതിന് ശേഷം മാത്രം മറ്റുള്ള വീഡിയോകൾ എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ബോട്ടിൽ കിട്ടുന്ന മീൻ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം മീനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും കുറഞ്ഞ മീനോടെ ഉണ്ട് ബാലൻസ്. ഉലുവാച്ചയൊക്കെ ഇറക്കാനുണ്ട്, അതെല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഉലുവാച്ച ഇവിടെ കിടപ്പുണ്ട് കണ്ടോ. കൊട്ടയ്ക്കകത്താക്കിയ മീനെല്ലാം ആ തൊഴിലാളികളെല്ലാം മേലോട്ട് പൊക്കി കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഒരു തൊഴിലാളി എന്ന് പറയുമ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി മീൻ പൊക്കി കൊടുക്കുന്നത് വെളിയിലോട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കുറച്ച് നല്ല മീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോട്ടിൽ പണി കിട്ടിയിട്ടുള്ളൂ. ആയി കിടക്കുന്ന സാധനം തന്നെയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് നേരത്തെ കപ്പൽ മുങ്ങിപ്പോയില്ലേ, ആ മുങ്ങിപ്പോയ കപ്പലിൽ നിന്ന് പോയ കണ്ടെയ്നറിൻ്റെ ഭാഗങ്ങളാണ്, വേസ്റ്റ് ഭാഗങ്ങളാണ്. ഇത് ഈ കടലിൽ കിടക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു വല വലിച്ചെടുക്കുമ്പോഴത്തേക്ക് വലയ്ക്കകത്ത് കയറി വലയെല്ലാം കീറിപ്പോയി. ആ ഒരു വല ഊരി എന്ന് പറയുമ്പോൾ 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ് ഒരു വല വെള്ളത്തിലിട്ട് വലിക്കുന്നത്. ആ വലയിലുള്ള മീനുകളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്ത് അവരുടെ കയ്യിലിരുന്ന വലയും കീറിപ്പോയി. ഒരു 1.5 ലക്ഷം രൂപയുടെ വല പോയെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ഈ മത്സ്യത്തൊഴിലാളിയായിട്ടൊരു ചേട്ടൻ ഇതിൻ്റെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ആൾ പണിയെടുക്കുന്ന കൂട്ടത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പോരായ്മകളുണ്ട്. എന്നാലൊന്ന് കേട്ടു നോക്കാം. 3 ലക്ഷം രൂപ നഷ്ടമുണ്ട്. കണ്ടക്ടറുടെ ഫീസാണ് കയറിയത്. കഷ്ടപ്പെട്ടു പോയി. അതുമായിട്ട് നിങ്ങൾ പറയണം. അതുമായിട്ട് ഞങ്ങളിവിടെ കഷ്ടപ്പെട്ടു. ശീലാകും അങ്ങനെ ഭയങ്കര പാടാതെ കലയിടാനത്തില്ല. ആ ചേട്ടൻ പറഞ്ഞ 2-3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലയും ഉള്ള ചരക്കും എല്ലാം കൂടെ കൂട്ടിയായിരിക്കും ആൾ പറഞ്ഞത്. ബോട്ടിൽ ഇറക്കിയ മീനുകളൊക്കെയാണ്. ഇത് നമുക്ക് ലേലം ചെയ്യാൻ കൊണ്ടുപോകുന്ന ഭാഗങ്ങളൂടെ കാണാം. ഇപ്പോൾ എല്ലാം കൊട്ടയ്ക്കകത്താക്കി നിറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ലേലത്തിന് കൊണ്ടുപോകുന്ന ഭാഗങ്ങളൂടെ കണ്ടു നോക്കാം.
ഈ 70 എന്നും പറഞ്ഞ് വിളിക്കുന്നത് 70 രൂപയല്ല 700 രൂപയാണ് കേട്ടോ. അതുപോലെ 200 എന്നും പറഞ്ഞ് വിളിക്കുന്നത് 200 രൂപയല്ല 2000 രൂപയാണ്. അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ ചേർക്കണം കേട്ടോ. ഇവിടെ പെൺപിള്ളേരിൽ നിന്ന് പണിയെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മറ്റുള്ള വീഡിയോയും പറഞ്ഞിട്ടുണ്ട് കണ്ടോ. ആ പെൺപിള്ളേർ പണിയെടുക്കുന്നതിൻ്റെ കൂലി അവർക്ക് കിട്ടും. കണവയൊക്കെ എടുത്ത് അവർ മുട്ടക്കകത്ത് നിറച്ചു കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. മറ്റു ജോലി സ്ഥലങ്ങളെ പോലെ തന്നെ ഇവർ ഇവിടെ നിന്ന് വേണ്ട ജോലികളൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസയും കൊണ്ടുപോകുന്നുണ്ട്. ഇത് ലേലം വിളിച്ച് കൊണ്ടുപോയ കച്ചവടക്കാരെടുത്ത മീനാണ്. മീനെല്ലാം ഐസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇവർ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോവുക ചെയ്യുന്ന ഏതോ മാർക്കറ്റിലാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അല്ല എക്സ്പോർട്ടിംഗ് കമ്പനി കൊണ്ടുപോകുന്ന മീനാണെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകും. ഈ കിടക്കുന്ന മീൻ എന്തോന്ന് മനസ്സിലായോ? തെരണ്ടീനത്തിൽ പെടുന്നതാണ്. ഇതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുമ്പോൾ മാന്താര എന്നാണ്. വംശനാശം ഏർപ്പെടുന്ന ഒരു മീനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇയാൾ പ്രസവിക്കുന്ന സമയത്ത് 1-2 കുഞ്ഞിനെ ജന്മം നൽകാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ വംശനാശത്തിൽ ഏർപ്പെടുന്ന മീനുകളിൽ ഒന്നാണത്. അതുകൂടാണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ ഈ മീനെ സംരക്ഷിക്കപ്പെടുന്നുള്ളതും കൂടെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതിന് വേറെ പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ മുള്ളിന് വിഷമില്ലെന്നും കൂടിയാണ് അറിയാൻ കഴിയുന്നത്, തെരണ്ടീനത്തിലുള്ളതാണെങ്കിലും. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമുള്ളത് അതെല്ലാവരും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.